നോമ്പ് ഒരു പകുതി ആകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നോമ്പ് തറ വെക്കണമെന്ന്. അങ്ങനെ നോമ്പ് ലാസ്റ്റിക്കാണ് നമ്മൾ വെക്കാൻ തീരുമാനിച്ചു കിട്ടോ. താത്താടെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള ആദ്യത്തെ നോമ്പ് തുറ ഉണ്ടോ. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് നല്ലപോലെ കഴിക്കാനാണ് വിചാരിച്ചത്. അങ്ങനെ മാഷാ അല്ലാഹ് നല്ല രീതിയിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി വരുമ്പോൾ അതൊരു രസം തന്നെയല്ലേ. രാവിലെ തന്നെ മൂത്തുപ്പന്മാരും അമ്മായികളൊക്കെ പെടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഓരോരോ ഭാഗങ്ങളൊക്കെ അവർക്ക് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലർ ഫ്രൂട്ട്സ് ആണെങ്കിൽ ചിലർ പൊരിക്കണ കടിയുടെ അവിടെ, പിന്നെ ബിരിയാണി വെക്കുന്നത് ഈ കൈ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ കടികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട ബജ്ജി, കായ ബജ്ജി, പിന്നെ ഈ മുളക് ബജ്ജി ഒക്കെ. ഒരു 5:30 ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അവരിനെ കണ്ടപ്പോൾ തന്നെ പിന്നെ സ്പീഡാക്കിട്ടോ പണിയൊക്കെ. എല്ലാവരും അടുക്കളയിൽ പിന്നെ വീണ്ടും കൂടി, പിന്നെ കച്ചമ്പറിന്റെ പണിയായി. പിന്നെ അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ നോമ്പ് തുറ വെച്ചിട്ടുണ്ടല്ലോ എന്ന് കമന്റ് ചെയ്തോ. പിന്നെ നിങ്ങൾ സ്ലോ മോഷൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു വരുന്ന കേട്ടോ. 6:00 നമ്മളെല്ലാം സെറ്റാക്കിണ്ടായിരുന്നു കേട്ടോ. ടെറസിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സെറ്റാക്കിണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭാഗത്ത് ചെക്കന്മാരും കുറച്ച് ഭാഗത്ത് പെണ്ണുങ്ങളായിട്ട് പിന്നെ കുറച്ച് നേരം കുറ്റൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6:00 എല്ലാവരും ഇരിക്കാൻ തുടങ്ങി കേട്ടോ. 6:30 എത്ര മണിക്കാണ് തോന്നുന്നു ബാങ്ക് കൊടുക്കുക, 40 തോന്നുന്നു കേട്ടോ. അപ്പോൾ ടൈം കൂടിയുണ്ട് തോന്നുന്നു. പിന്നെ അടിപൊളി ബിരിയാണിയും പൊറാട്ടയും പത്തിരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നല്ലപോലെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10:30 പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കസാര ഇതൊക്കെ അടിയൊക്കെ ഇറക്കണ പരിപാടി നമുക്കാണ്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അടിക്ക് വന്നപ്പോഴാണ് ഇവർ കൂട്ടം കൂടിയിട്ട് കുറ്റം പറയുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൂടിയിട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇവർ വീട്ടിൽ പോകാൻ നിന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.